ശരണിനെ ഇ ഡി വീണ്ടും പൊക്കി. CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറായ ശരൺ എസ് കർത്തായെ രണ്ടാമതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്. കൊച്ചിയിലെ സോണൽ ഓഫീസിലേക്കാണ് ഇത് രണ്ടാം തവണ ശരൺ എസ് കർത്തായെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തുന്നത്. അതിനു മുൻപ് തന്നെ ശശിധരൻ കർത്തയുടെ ഭാര്യയായ ജയ എസ് കർത്ത, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാർ, ഷിബി എസ് കർത്ത, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ എന്നിവരെയാണ് CMRLന്റെ ഉദ്യോഗസ്ഥ തലത്തിലെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ ഇത്രയും പേരെ കഴിഞ്ഞിരിക്കുന്നു. ഇതിലെ രണ്ടാമത്തെ തവണയാണ് ശരൺ എസ് കർത്തയെ വിളിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റവരെയൊക്കെ ഒരു തവണ മാത്രമേ ചോദ്യം ചെയ്തിട്ടുള്ളൂ. ശരണിനെ ഇത് രണ്ടാമതാണ് വിളിക്കുന്നത്. എന്താണ് ശരണിൽ നിന്ന് EDക്ക് അറിയേണ്ട കാര്യം? പ്രധാനമായും 2-3 കാര്യങ്ങളാണ്. ഒന്ന്, 2009 CMRL MD ആയി ചുമതല വഹിച്ചിരുന്ന ഘട്ടത്തിൽ 12 കോടി രൂപ അദ്ദേഹം കൈപ്പറ്റി എന്നുള്ള ഒരു വിവരമാണ്. അതിന്റെ വിശദാംശങ്ങൾ, 15 വർഷത്തെ ടാക്സ് അടച്ചതിന്റെ വിശദാംശങ്ങൾ. മറ്റൊന്ന്, 2016, 2021 കാലഘട്ടങ്ങളിൽ പിണറായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പറ്റിയിട്ടുണ്ടോ? ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശരൺ എസ് കർത്തയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിക്കേണ്ടുന്ന ഉത്തരങ്ങൾ. കഴിഞ്ഞ തവണ ഇതേ ചോദ്യം തന്നെയാണ് ആവർത്തിച്ചതെങ്കിലും ശരൺ എസ് കർത്തയ്ക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഇത്തവണ ശരൺ എസ് കർത്തയെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. SFIയുടെ ഭാഗത്തു നിന്നുള്ള 134 രേഖകൾ നിരത്തിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശരൺ എസ് കർത്തയെ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ രണ്ടാമതും വിളിച്ചു വരുത്തിയത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം നൽകിയ മൊഴിയും വീണ നൽകിയ മൊഴിയും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ വീണയെ മൂന്നാമതും ചോദ്യം ചെയ്തല്ലോ. ആദ്യം മെയ് 27-ന് വീണയെ പ്രാഥമികമായി വീണയുടെ വീട്ടിൽ വെച്ച്, ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം മൂന്നാമതും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരിക്കുന്നു. പിന്നീടാണ് വീണയെ ഇനി വിളിപ്പിക്കാൻ പോകുന്നത്. വീണയെ ഇനി ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി ശരൺ എസ് കർത്തയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ, ശരൺ എസ് കർത്തയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും വീണ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. 2 മൊഴികളിലും തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് CMRLന്റെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറും ഇപ്പോൾ MDയുടെ ചുമതല വഹിക്കുന്നതുമായിട്ടുള്ള ശരൺ എസ് കർത്തയെ വീണ്ടും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥ തലത്തിലെ ആളാണ് ശരൺ എസ് കർത്ത. അങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിലെ CMRLന്റെ ഉദ്യോഗസ്ഥ തലത്തിലെ ഒരാളെ രണ്ടാമത് ചോദ്യം ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലിൽ വളരെയധികം പ്രസക്തി ഉണ്ട് എന്ന് തന്നെ ED കരുതുന്നു. ഈ ED ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് ശരൺ എസ് കർത്തയിൽ നിന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ വ്യക്തത വരുത്താൻ കഴിഞ്ഞ ചോദ്യം ചെയ്യലിൽ ശരൺ എസ് കർത്തയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി SFIയുടെ രേഖകൾ കൂടി നിരത്തിക്കൊണ്ട് ശരൺ എസ് കർത്തയെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. വീണയെ ചോദ്യം ചെയ്യുന്നതിന് മുൻകൂട്ടിയാണ് ഈ ഒരു ചോദ്യം ചെയ്യൽ എന്നുകൂടി നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാനമായും വീണയോടും 6 ചോദ്യങ്ങളാണ് കഴിഞ്ഞ തവണ ED ചോദിച്ചത്. 6 ചോദ്യങ്ങൾക്കാണ് വീണ വ്യക്തത വരുത്തേണ്ടത്. ഇവിടെ ശരൺ എസ് കർത്തയ്ക്ക് 3 കാര്യങ്ങളാണ് വ്യക്തത വരുത്തേണ്ടതെങ്കിൽ വീണയ്ക്കാകട്ടെ 6 കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. വീണയ്ക്ക് ആദ്യമായി വ്യക്തത വരുത്തേണ്ടത് CMRLന് 2,78,00,000 രൂപയുടെ എന്ത് സേവനമാണ് നൽകിയത് എന്നുള്ളതാണ് ആദ്യമായി വ്യക്തത വരുത്തേണ്ടത്. ഈ 3 ചോദ്യം ചെയ്യലിലും വീണയ്ക്ക് ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമതായി, CMRLും പിണറായി വിജയനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് വീണയുടെ പിതാവായിട്ടുള്ള പിണറായി വിജയനും CMRLും തമ്മിൽ നേരിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതാണ് വീണയിൽ നിന്ന് CMRL അറിയേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, എക്സാലോജിക്കിന് കരാർ കിട്ടിയത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് വീണയിൽ നിന്ന് EDക്ക് കിട്ടേണ്ട മൂന്നാമത്തെ കാര്യം. നാലാമത്തേത്,
പണം നൽകിയത് ഭരണപരമായ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? അതായത് CMR നിന്ന് വീണ 2,78,00,000 രൂപ വാങ്ങിയല്ലോ, ആ വാങ്ങിയത് തൻ്റെ പിതാവായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച, ഭരണപരമായിട്ടുള്ള വിട്ടുവീഴ്ച CMRന് നൽകാൻ വേണ്ടിയിട്ടാണോ ആ പണം കൈപ്പറ്റിയത്? അഞ്ചാമതായി EDക്ക് വ്യക്തത വരുത്തേണ്ടത് എക്സാലോജിക്കിനേക്കാൾ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ള 100 കണക്കിന് കമ്പനികൾ കേരളത്തിൽ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് പരിചയക്കുറവുള്ള എക്സാലോജിക്കിന് ഈ ഒരു സേവനത്തിന് വേണ്ടി CMRൽ സമീപിച്ചത്? ആറാമത്തെ ചോദ്യം, എംപവർ ഇന്ത്യ ലിമിറ്റഡ് CMRലെ അനുബന്ധ കമ്പനിയാണല്ലോ, ആ കമ്പനിയിൽ നിന്നും 50 ലക്ഷം രൂപ വീണ വായ്പ വാങ്ങിയിരുന്നു. അതിലെ 4 ലക്ഷം രൂപ മാത്രമേ വീണ തിരിച്ചടച്ചുള്ളൂ. എന്തിനാണ് ആ വായ്പ വാങ്ങിയത്? എന്തുകൊണ്ടാണ് 4 ലക്ഷം രൂപയിൽ ആ വായ്പ തിരിച്ചടവ് മുടങ്ങിയത്? ഈ കാര്യങ്ങളാണ് വീണയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അറിയേണ്ടത്. 3 തവണ ചോദിച്ചപ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ച് വീണയോട് ചോദിച്ചത്. പക്ഷേ വീണയ്ക്ക് ഈ 6 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ശരണസ് കർത്തയോടും ചോദിച്ച 3 ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2009 CMR MD ആയിരിക്കെ 12 കോടി രൂപ കൈപ്പറ്റിയത് എന്തിനാണ്? രണ്ടാമത്തെ ചോദ്യം, 15 വർഷത്തെ ടാക്സ് അടച്ച വിശദാംശങ്ങൾ നൽകുമ്പോൾ അതിൽ പൊരുത്തക്കേടുണ്ട്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2016 മുതൽ 2021 വരെ സർക്കാരിൽ നിന്ന് ലഭിച്ച എന്തെല്ലാം സഹായങ്ങളാണ്? ഈ 3 ചോദ്യങ്ങളാണ് ശരണസ് കർത്തയിൽ നിന്നും അതിൻ്റെ ഉത്തരങ്ങൾ EDക്ക് ലഭിക്കേണ്ടത്. പക്ഷേ വീണയെ പോലെ തന്നെ വീണയ്ക്ക് 6 ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടതെങ്കിൽ ശരണസ് കർത്തയ്ക്ക് ഈ 3 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകിയാൽ മതി. പക്ഷേ അദ്ദേഹത്തിന് അതിന് കഴിയുന്നില്ല. മാത്രമല്ല, അദ്ദേഹം നേരത്തെ പറഞ്ഞ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീണയുടെ ചോദ്യം ചെയ്യലിലെ ഉത്തരവുമായി തട്ടിച്ചു നോക്കുമ്പോൾ 2 പേരും പറയുന്നത് 2 തരത്തിലാണ്. വലിയ വൈരുദ്ധ്യങ്ങൾ 2 പേരുടെയും മൊഴിയിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ശരണസ് കർത്തയെ ഇപ്പോൾ വിളിച്ച് ചോദ്യം ചെയ്തത്. കഴിഞ്ഞ തവണ വിളിച്ച് ചോദ്യം ചെയ്ത് 10 മണിക്കൂറാണ് ശരണസ് കർത്തയെ ചോദ്യം ചെയ്തത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ശരണസ് കർത്തയെ ചോദ്യം ചെയ്ത് തുടങ്ങിയത്. ഈ ചോദ്യം ചെയ്യലിന്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SFIOയുടെ ഭാഗത്തു നിന്നുള്ള 134 രേഖകൾ വെച്ചുള്ള ചോദ്യം ചെയ്യലാണ്. ഈ ചോദ്യം ചെയ്യലിൽ എങ്ങനെയാണ് ശരണസ് കർത്ത പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം ഉത്തരങ്ങളാണ് നൽകുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും വീണയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. വീണയെ അടുത്ത തവണ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ശരണസ് കർത്ത ഇന്ന് നൽകുന്ന ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വീണയോട് കൂടുതൽ വിശദീകരണങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.